ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ജൂലൈ 17-ന് ഉദ്ഘാടനം ചെയ്യും. ഇതോടെ പരിസ്ഥിതി സൗഹൃദ റെയിൽ ഗതാഗതത്തിലേക്ക് ഇന്ത്യ ചരിത്രപരമായ ചുവടുവെപ്പ് നടത്തുകയാണ്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ ജൂലൈ 17-നാണ് സർവീസ് തുടക്കമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. 2 പവർ കാറുകളും 8 യാത്രാ കോച്ചുകളും ഉൾപ്പെടുന്ന ട്രെയിൻ കഴിഞ്ഞ 2.5 മാസമായി ജിന്ദ് സോനിപത്ത് റൂട്ടിൽ വിജയകരമായി പരീക്ഷണ ഓട്ടം നടത്തി. പരീക്ഷണഘട്ടത്തിൽ മണിക്കൂറിൽ 75 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത കൈവരിച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. 682 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യുവാനും ആകെ 2600ഓളം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് ട്രെയിനിനുള്ളത്. ഓരോ പവർ കാറിനും 1200 കിലോ വാട്ട് ശേഷിയുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയാണ് ട്രെയിനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏക ഉപോൽപ്പന്നം ജലബാഷ്പമായതിനാൽ കാർബൺ പുറന്തള്ളലില്ലാത്ത പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനമെന്ന നിലയിലാണ് ഈ ട്രെയിൻ വിലയിരുത്തപ്പെടുന്നത്. ഹരിത സാങ്കേതിക വിദ്യയിലേക്കുള്ള ഇന്ത്യൻ റെയിൽവേയുടെ നിർണായക മുന്നേറ്റമായാണ് ഈ പദ്ധതിയെ കാണുന്നത്. ഉദ്ഘാടനത്തിന് പിന്നാലെ വാണിജ്യ സർവീസും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ.